എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വീണ്ടും കളിക്കാൻ പോവാണ് GTA 5. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മൈക്കിളിനെ കാണാനായിട്ട് പോയി. വേറെ ഒന്നുമല്ല, ഒരു ബിസിനസ്സിന്റെ കാര്യം സംസാരിക്കാനാ. കാരണം ഫ്രാങ്ക്ലിന് പുതിയ ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഫ്രാങ്ക്ലിന് വലിയ കാര്യമായിട്ട് ഐഡിയ ഒന്നും ഇല്ല എന്താണ് ചെയ്യേണ്ടതെന്ന്. മൈക്കിളിനാണെങ്കിൽ നന്നായിട്ട് അറിയാം ഇവിടെ ലോസ് ആൻഡോസിൽ എന്ത് ബിസിനസ്സാണ് ചെയ്യേണ്ടതെന്ന്. മൈക്കിൾ പറഞ്ഞത് കാർ ഷോറൂമിന്റെ ബിസിനസ് ചെയ്യാനാ. അത് ലോസ് ആൻഡോസിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ബിസിനസ്സാണ്. ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ക്യാഷ് ആവശ്യമുണ്ട്. ഷോറൂം മാത്രം മേടിച്ചാൽ പോരല്ലോ, അതിലേക്ക് കാറും വേണ്ടേ. ഇനി കാറൊക്കെ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇഷ്ടം പോലെ ക്യാഷ് വരും. അതുകൊണ്ട് ഞാനും മൈക്കിളും ഇന്നലെ ബാങ്ക് റോബറി ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ഒരിക്കൽ നമ്മൾ ബാങ്ക് റോബറി ചെയ്തു, ഒരു ബാങ്ക് ഓഫ് ലിബർട്ടി. അവിടെ നിന്നാണ് എനിക്ക് $5 മില്യൺ കിട്ടിയത്. പക്ഷെ മൈക്കിൾ പറഞ്ഞു 5 മില്യൺ ഒന്നും പോരാ, ആ കാർ ഷോറൂം മാത്രം മേടിക്കുകയാണെങ്കിൽ എന്തായാലും ഒരു $20 മില്യൺ ആവുന്നു. അതുകൊണ്ട് ഞാനും മൈക്കിളും അന്ന് രാത്രി വേറൊരു ബാങ്ക് പോയിട്ട് റോബറി ചെയ്തു. അതാണ് പസഫിക് സ്റ്റാൻഡേർഡ്. അത് ലോസ് ആൻഡോസിലെ ഒരു വലിയ ബാങ്കാണ്. ഞാനും മൈക്കിളും വിചാരിച്ചത് അവിടെ നിന്ന് ഇഷ്ടം പോലെ ക്യാഷ് കിട്ടുന്ന. ബാങ്കൊക്കെ റോബറി ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വെറും $3 മില്യൺ മാത്രമേ കിട്ടിയുള്ളൂ. അത് മാത്രമല്ല, ഞാൻ ബാങ്ക് റോബറി ചെയ്യുന്ന സമയത്ത് ഞാൻ മൈക്കിളിനോട് പുറത്ത് നിൽക്കാൻ പറഞ്ഞു. അത് ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടത്തരായി പോയി. മൈക്കിളിനെ പിന്നെ ആ പരിസരത്ത് കണ്ടില്ല. ഇനിയിപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ മൈക്കിൾ അവിടെ നിന്ന് വണ്ടി എടുത്ത് രക്ഷപ്പെട്ടോ ഒന്നും എനിക്കറിയില്ല. ഞാനിപ്പോൾ അതേ മൈക്കിളിൻ്റെ വീട്ടിലേക്ക് എത്തി. ഇവിടെ ആരും വാതിൽ തുറക്കണില്ല. ഒരു കാര്യം ചെയ്യാം, അപ്പുറത്ത് പോയി നോക്കി നോക്കാം. മൈക്കിളിനി വീട്ടിലെത്തിയോന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല, അഥവാ ഇല്ലെങ്കിൽ പണിയായി. ഓക്കെ, ഇവിടെ ഞാൻ ബാക്കിലേക്ക് എത്തി. അവിടെ അമ്മാൻ്റെ നിൽക്കുന്നുണ്ട്. അത് മൈക്കിളുടെ ഭാര്യയാണ്. ഒരു മിനിറ്റ്, ഞാൻ എന്തുട്ടി കാണണേ? ജിമ്മി അവിടെ പുഷപ്പ് എടുക്ക്. ജിമ്മി നന്നായ. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ റൂമിനകത്ത് ഫുൾ ടൈം ഇരുന്ന് ഗെയിം കളിക്കുന്ന ആളാ. ഇപ്പോൾ ഇതെവിടെ പുഷപ്പ് എടുക്കണു. അതെന്തെങ്കിലും ആട്ടെ, നമുക്ക് അമ്മാൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് വരാം. മൈക്കിൾ ഇവിടെ എത്തിയോന്ന് ചോദിക്കാം. ഓക്കെ, ഇവിടെ ഞാൻ അമ്മാൻ്റെ അടുത്ത് സംസാരിച്ചു. അമ്മാൻ്റെ പറയണത് മൈക്കിൾ ഇതുവരെയും വീട്ടിലേക്ക് എത്തിയിട്ടില്ല എന്ന്. ഇന്നലെ ഞാനാണ് മൈക്കിളിനെ കൂട്ടി പുറത്തേക്ക് പോയേ. അതുകൊണ്ട് അമ്മാൻ്റെ എൻ്റെ അടുത്താണ് ചോദിക്കണത് മൈക്കിൾ എവിടെയാന്ന്. ഞാൻ എന്നിട്ട് പറഞ്ഞു മൈക്കിളിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന്. ഇത് കേട്ടപ്പോൾ അമ്മാൻ്റെക്ക് ആകെ ടെൻഷനായി. ജിമ്മി പറയണത് മൈക്കിളിനെ എങ്ങനെയെങ്കിലും പോയിട്ട് രക്ഷിക്കാൻ, വേണമെങ്കിൽ ജിമ്മിയും കൂടിയും സഹായത്തിന് വരാന്ന്. അത് വേണ്ട, ജിമ്മി ഇവിടെ തന്നെ ഇരുന്നോട്ടെ, വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണ്ട. ഇതൊക്കെ നമ്മൾ നോക്കിക്കോളാം. എൻ്റെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു. ആ ബാഗിൻ്റെ അകത്ത് $3 മില്യൺ. അത് ഞാൻ അമ്മേൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. നമുക്കത് പിന്നെ വന്ന് എടുത്തോളാം. കാരണം ഞാനൊരു മിഷനിലേക്ക് കടക്കാണ്. നമുക്കിനി മൈക്കിളിനെ രക്ഷിക്കണം. മൈക്കിളിന് 2 ഫ്രണ്ട്സ് ഉണ്ട്, ലെസ്റ്ററും പിന്നെ ട്രെവറും. ലെസ്റ്റർ ഒരു ഹാക്കറൊക്കെയാണ്. അയാൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൈക്കിളിനെ രക്ഷിക്കാൻ പറ്റും. പിന്നെയാണ് ട്രെവർ ആൾ കുറച്ച് പെശക. നമുക്കൊരു കാര്യം ചെയ്യാം, വണ്ടി എടുത്ത് നേരെ ലെസ്റ്ററിൻ്റെ അടുത്തേക്ക് പോവാം. ഇന്നത്തെ കാലാവസ്ഥ അത്ര ശരിയല്ല, മിക്കവാറും മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. ഓ, മഴ പെയ്യുമെന്ന് ഞാൻ പറഞ്ഞോളൂ, അപ്പോഴേക്കും എന്താ ഇവിടെ മഴ പെയ്തു. വണ്ടി ഓടിക്കാനായിട്ട് കുറച്ച് ടാസ്ക്കാണ്, സ്ലിപ്പാകാൻ ചാൻസ് കൂടുതലാണ്. ഞാനിപ്പോൾ ലെസ്റ്ററിൻ്റെ വീട്ടിലേക്കാണ് പോണേ. വഴി മറന്നുപോയി. ഞാൻ പണ്ട് പോകാറുള്ളത് ലെസ്റ്ററിൻ്റെ വീട്ടിലേക്ക്. ഈ ഭാഗത്ത് എവിടെയാന്ന് തോന്നുന്നുണ്ട് ലെസ്റ്ററിൻ്റെ വീട്. നമുക്കൊരു കാര്യം ചെയ്യാം, വണ്ടി എവിടെയെങ്കിലും സൈഡിൽ നിർത്തിയിട്ടിട്ട് ലെസ്റ്ററിനെ വിളിച്ച് ചോദിക്കാം. ലൊക്കേഷൻ അയച്ചുതരാൻ പറയാം. ഓക്കെ, വണ്ടി നമുക്ക് ഇവിടെ എവിടെയെങ്കിലും സൈഡിൽ നിർത്തിയിടാം. എന്നിട്ട് ലെസ്റ്ററിനെ വിളിക്കാം. എൻ്റെ കയ്യിൽ ലെസ്റ്ററിൻ്റെ നമ്പർ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, ഇവിടെ ഞാൻ ലെസ്റ്ററിൻ്റെ അടുത്ത് സംസാരിച്ചു. ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞു, മൈക്കിള് കാണാണ്ടായ കാര്യക്ക്. അപ്പോൾ ലെസ്റ്റർ പറഞ്ഞത് നീ നേരെ വീട്ടിലേക്ക് വാ, നമുക്ക് തീരുമാനം ഉണ്ടാക്കാമെന്ന്. ലെസ്റ്റർ ഇപ്പോൾ നമുക്ക് ലൊക്കേഷൻ അയച്ചു തരും. അന്നേരം നമുക്ക് ലെസ്റ്ററിൻ്റെ വീട്ടിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ ഞാൻ ലെസ്റ്ററിൻ്റെ വീട്ടിലേക്ക് എത്തി. ഈ കാണുന്ന പച്ച കളർ വീടില്ലേ, അതാണ് ലെസ്റ്ററിൻ്റെ വീട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ലെസ്റ്ററിൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് വരാം. ഓക്കെ, ഇവിടെ ഞാൻ ലെസ്റ്ററിൻ്റെ അടുത്ത് സംസാരിച്ചു. ലെസ്റ്റർ പറയണത് മൈക്കിളിനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ചാൻസ് ഇല്ലെന്ന്. അത് വേറെ ഒന്നല്ല, അഥവാ മൈക്കിളിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ന്യൂസിലൊക്കെ വരേണ്ടതാ. ഇതുവരെയ്ക്കും അങ്ങനെ ന്യൂസൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇതിപ്പോൾ ന്യൂസിൽ വരണമെന്ന് നിർബന്ധമില്ല. ലെസ്റ്റർ ഇപ്പോൾ പറയണത് ട്രെവറിനെ പോയിട്ട് വിളിച്ചോണ്ട് വരാനാ. ട്രെവർ അവിടെ സാൻഡി ഷോറിലാണ് താമസിക്കണേ. നമ്മൾ 2 പേര് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ലെന്ന്. മൂന്നാമത്തെ ഒരാളും കൂടി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ ഇപ്പോൾ ലെസ്റ്റർ നമുക്ക് വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്തു. ഇതാ മറ്റേ മെർസിഡസ് G ക്ലാസ്സാ. നൈസ് വണ്ടിയാണ്. ലെസ്റ്റർ കഴിഞ്ഞ ആഴ്ച എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതും കൊണ്ട് നേരെ ട്രെവറിൻ്റെ അടുത്തേക്ക് പോവാം. എന്നിട്ട് ട്രെവറിനെ പിക്ക് ചെയ്തിട്ട് വരാം. ഇതിപ്പോൾ മഴ കുറയണ ലക്ഷണമില്ലല്ലോ. ഭയങ്കര മഴ. ഇതിപ്പോൾ ഇടിവെട്ടുമുണ്ട്. അതെന്തെങ്കിലും ആവട്ടെ, മഴയൊന്നും നമുക്ക് വിഷയമല്ല. ഇവിടെ ഇപ്പോൾ സാൻഡി ഷോറിലേക്ക് അത്യാവശ്യം ദൂരമുണ്ട്.
ലെസ്റ്റർ പിന്നെ വണ്ടിയിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടാണ് വെച്ചേക്കണത്. അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്കിനി സുഖമായിട്ട് പോയിട്ട് വരാം. വണ്ടിക്ക് പിന്നെ അത്യാവശ്യം നല്ല സ്പീഡും പിക്കപ്പൊക്കെ ഉണ്ട്. അത് മാത്രമല്ല, ഈ വണ്ടി ഓഫ് റോഡും കൂടി നൈസായിട്ട് പോവും. അഥവാ എന്തെങ്കിലും പോലീസ് കേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി ഏതെങ്കിലും പറമ്പിൽ കൂടെ എടുത്തിട്ട് പോവാം. അതാണ് ഈ വണ്ടിയുടെ പ്രത്യേകത. അപ്പോൾ നമുക്കിനി നേരെ സാൻഡി ഷോറിലേക്ക് പറപ്പിച്ച് വിടാം. ഓക്കെ, ഇവിടെ ഞാൻ സാൻഡി ഷോറിലേക്ക് എത്തിയേക്കാണ്. ഇവിടെ മഴ എന്ന് പറഞ്ഞ സംഭവം ഇല്ല കേട്ടോ. ലോസ് ആൻഡോസിലൊക്കെ ഇടിവെട്ട് മഴയായിരുന്നു. ഇവിടെ മഴയില്ല, ഭയങ്കര വെയിൽ. അപ്പോൾ ഈ വഴി കൂടെ പോയിട്ടാണ് ട്രെവറിൻ്റെ വീട്. ഇത് തന്നെയല്ലേ വഴി? കുറെ കാലമായി ട്രെവറിൻ്റെ വീട്ടിലേക്കൊക്കെ പോയിട്ട്. ട്രെവറിന് സ്വന്തമായിട്ട് വീടൊന്നും ഇല്ല, ഒരു കാരവൻ പോലത്തെ ഒരു സംഭവമാണ്. അതിൻ്റെ അകത്താണ് ട്രെവർ താമസിക്കണേ. ഒരു മിനിറ്റ്, നമുക്ക് ട്രെവറിനോട് ലൊക്കേഷൻ ചോദിക്കാം. എനിക്കിവിടെ എക്സാക്റ്റ് ലൊക്കേഷൻ അറിയില്ല. നമുക്കിവിടെ എവിടെയെങ്കിലും വണ്ടി സൈഡാക്കിയിട്ട് ട്രെവറിനൊന്ന് വിളിക്കാം. ഓക്കെ, ഇവിടെ ഞാൻ ട്രെവറിൻ്റെ അടുത്ത് സംസാരിച്ചു. ട്രെവർ പറഞ്ഞത് വണ്ടി എടുത്ത് നേരെ എയർപോർട്ടിലേക്ക് വരാനാ. ഇവിടെ സാൻഡി ഷോറിൽ എയർപോർട്ട് ഉണ്ട്, നമുക്കിനി അങ്ങോട്ട് പോവാം. ഓക്കെ, ഇവിടെ ഞാൻ സാൻഡി ഷോർ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ ട്രെവർ ഇത് അവിടെ നിൽക്കുന്നുണ്ട്. കുറേ കാലത്തിന് ശേഷമാണ് ട്രെവറിനെ കാണുന്നത്. നമുക്കൊന്ന് സംസാരിച്ചിട്ട് വരാം. ഓക്കെ, ഇവിടെ ഞാൻ ട്രെവറിൻ്റെ അടുത്ത് സംസാരിച്ചു. ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ ട്രെവറിന് ആകെ ദേഷ്യം വന്നു. കയ്യിൽ ബേസ്ബോൾ ബാറ്റൊക്കെ എടുത്തു. ട്രെവർ പറയണത് നമുക്കിപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് എല്ലാ പോലീസുകാരെയും അങ്ങ് അടിച്ചിടാം, എന്നിട്ട് മൈക്കിളിനെ കൊണ്ടുവരാം. പക്ഷേ എനിക്ക് തോന്നണത് ഈ ഐഡിയ മണ്ടത്തരാന്ന്. കാരണം പോലീസുകാരുടെ കയ്യിൽ ഗണ്ണുണ്ടാവും. ഈ ട്രെവറാണെങ്കിൽ ബേസ്ബോൾ ബാറ്റും കൈ പിടിച്ചിട്ടാണ് പോണേ. എനിക്ക് തോന്നണില്ല ട്രെവർ ജീവനോടെ പുറത്തേക്ക് വരുന്നു. അതുകൊണ്ട് ട്രെവറിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടി വരും. കയറി ചാടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് പണിയാവുള്ളൂ, ഉറപ്പാ. ഓക്കെ, ഇവിടെ ഞാൻ ട്രെവറിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ട്രെവർ ഇപ്പോൾ ഏതായാലും വണ്ടിയിൽ കയറി. നമുക്കൊരു കാര്യം ചെയ്യാം, വണ്ടി എടുത്ത് നേരെ ലോസ് ആൻഡോസിലേക്ക് പോവാം. ഈ മൈക്കിളില്ലേ, ട്രെവറിൻ്റെ ക്ലോസ് ഫ്രണ്ടാ. ട്രെവറിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ മൈക്കിൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മൈക്കിളിന് എന്തെങ്കിലും ആപത്തുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ട്രെവറിന് എന്താണാവോ അത് പിടിച്ചില്ല. പക്ഷെ നമ്മൾ എങ്ങനെയൊക്കെയോ സമാധാനിപ്പിച്ചിട്ടുണ്ട്. നമുക്കിനി വണ്ടി എടുത്ത് ലെസ്റ്ററിൻ്റെ വീട്ടിലേക്ക് പോവാം. നമുക്ക് 3 പേർക്ക് കൂടെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാം. എന്തായാലും നമ്മൾ മൈക്കിളിനെ രക്ഷിച്ചിരിക്കും. ഒരു മിനിറ്റ്, വഴി തെറ്റി. റൈറ്റിലേക്കാണ് പോകേണ്ടത്. ഓക്കെ, ഇവിടെ ഞാൻ ലെസ്റ്ററിൻ്റെ വീട്ടിലേക്ക് എത്തി. കുറേ നേരം യാത്ര ചെയ്യണ്, ആകെ ടയേർഡായി. ഓക്കെ, ഇവിടെ നമ്മൾ ഏകദേശം പ്ലാനിങ്ങിലെത്തി. ലെസ്റ്റർ പറയണത് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് മാനിയിട്ട് സംസാരിക്കാന്നാ, എന്നിട്ട് മൈക്കിളിനെ പുറത്തേക്ക് കൊണ്ടുവരാന്ന്. ട്രെവർ പറയണത് പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് അറ്റാക്ക് ചെയ്യുക, എന്നിട്ട് മൈക്കിളിനെ കൊണ്ടുവരാ. ട്രെവറിന് പിന്നെ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാ. ഇതിപ്പോൾ സംസാരിക്കാൻ പോവുകയാണെങ്കിൽ ലെസ്റ്റർ തന്നെ പോകേണ്ടി വരും. ഫ്രാങ്ക്ലിൻ പോവുകയാണെങ്കിൽ പെട്ടുപോകും. കാരണം ബാങ്ക് റോബറി ചെയ്യുമ്പോൾ ഫ്രാങ്ക്ലിൻ മാസ്ക് ഇടാണ്ടാണ് റോബറി ചെയ്തത്. അവിടെയും ഒരു മണ്ടത്തരം സംഭവിച്ചു. ഇതിപ്പോൾ പോലീസുകാർക്ക് നമ്മളെ തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് ലെസ്റ്ററിന് തന്നെ പോകേണ്ടി വരും.